ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി, എൻ്റെ പൊന്നോ. കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കർണാടകയൊക്കെ വിട്ട് ഗോവയെ കയറിയിട്ടുണ്ട്. ഇപ്പോഴേ റോഡൊക്കെ മാറിയാൽ സൂപ്പർ റോഡായിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഗോവ ട്രിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുംബൈ ഹൈവേയിലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മുംബൈ ഹൈവേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 150 കിലോമീറ്റർ അടുത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ടോട്ടൽ ഏതാണ്ട് 580 കിലോമീറ്റർ എങ്ങാണ്ടായിരുന്നു അവിടുന്ന്. അതിൻ്റെ അത് ഇനിയിപ്പോൾ 450 കിലോമീറ്റർ അടുത്തെങ്ങാണ്ടേ ഉള്ളൂ. സമയം ഇപ്പം 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഏതാണ്ട് നല്ല സമയം നമ്മൾ ബ്ലോക്കിൽ തന്നെ പെട്ടുപോയി. കാരണം അവിടെ കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളും, പിന്നെ ഒരു ടോളിൻ്റെ അവിടെ കുറേ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ സ്ഥലത്ത് നിങ്ങൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടു. അപ്പം നമ്മൾ എന്തായാലും നേരെ ഇവിടുന്ന് അങ്ങോട്ട് തെറിക്കിട്ട് കേട്ടോ. കാരണം ഇപ്പം തന്നെ ഒത്തിരി നേരം ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ ഒരു 8:30ഒക്കെയാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത്. 8:45 കാണിക്കുന്നത്. സോ എപ്പോൾ ചെല്ലുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി, എൻ്റെ പൊന്നോ. വണ്ടി ഇല്ല കേട്ടോ, വണ്ടി ഇല്ല. പൊന്നു ഇവിടെ അടിയാന്ന് തോന്നുന്നല്ലോടാ. എന്റെ വണ്ടി ടോട്ടലായി കേട്ടോ. ഇവിടെ അടിയാ കേട്ടോ. ಫಸ್ಟ್ ಅಂತ അപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം റൊട്ടിയും പനീർ ബട്ടർ മസാലയും, അല്ല ഇത് പനീർ ബട്ടർ മസാലയും, ഇത് ദാൽ മഖനി. അപ്പോൾ നമ്മുടെ ലസ്സിയും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലസ്സിയൊക്കെ കുടിച്ചിട്ട് അതൊക്കെ പോട്ടെ. ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടു, ഇതാണ് മറ്റേ ഇടിച്ച ഒരു വണ്ടി കിടക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ പോലീസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഇട്ടിട്ടാണ് അപ്പുറത്തെ ഹോട്ടലിൽ പോയി കഴിച്ചത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ലൊരു ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ഗോവയ്ക്ക് ഇവിടുന്ന് 800 അപ്പം ഗോവയ്ക്ക് ഇനി 495 കിലോമീറ്ററാണ്. 8 മണിക്കൂർ 45 മിനിറ്റുമാണ് കാണിക്കുന്നത്. 8:30 ആകുമ്പോൾ ചെല്ലും. അപ്പോൾ നിങ്ങൾ 12 മണിക്കത്തെ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഇതുണ്ട് സമയം ഇപ്പം 12 മണി 6 ആയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഈ ഒരു ഇവിടെ ഫുള്ള് ബ്ലോക്കായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇതുണ്ടോ, ഫുള്ള് ചുമലയായിട്ട് 5 പേരൊക്കെ ഇത് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുള്ള് ബ്ലോക്ക് കുറേ നേരമായി. ഇപ്പം തന്നെ ഒരു 10 മിനിറ്റായി നമ്മൾ ഇതിൻ്റെ അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. ഉണ്ടല്ലേ, ഇപ്പോൾ 2ാമത്തെ തവണയാട്ടോ ഇതുപോലെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുന്നത്. അയ്യോ, എന്താ ഇവിടെ ഒരു ടോളുണ്ട്. ഈ ഒരു ടോള് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഫുള്ള് ബ്ലോക്ക്. അതായത് ഇവിടുത്തെ 2 ക്ലോസ് ചെയ്ത് വെച്ചേക്കോട്ടെ ഏതോ പൊട്ടന്മാർ. അതിലെ വണ്ടിയും പോകുന്നില്ല. ഈ ഒരു 3 കൂടെയാണ് വണ്ടി പോകുന്നത്. ഭയങ്കര ബ്ലോക്ക് കേട്ടോ, നല്ല ബ്ലോക്കായിരുന്നു. ഒരു ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയതുണ്ടല്ലേ, പ്ലസ് 1 മിനിറ്റും കൂടെ. പക്ഷേ ഈ ഒരു വഴി മൊത്തം ബ്ലോക്കാണ്. നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതുപോലെ തന്നെ ഒരു ബ്ലോക്കുള്ളൊരു ഏരിയയാണിത്. എന്താണെന്നൊരു പിടുത്തമില്ല. എന്തായാലും നമ്മളിത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് വരുന്ന വഴിക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു ടീ ബ്രേക്ക്.
നമ്മൾ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ വന്നിട്ടുണ്ട് വണ്ടി അങ്ങ് അവിടെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ലോറിയുടെ ഫ്രണ്ടിൽ ചായയല്ല, കടും ചായയാണ്. നോക്കട്ടെ ഇപ്പോൾ എന്താ കിട്ടുന്നതെന്ന് നോക്കട്ടെ. ഇപ്പോൾ ഏതാണ്ട് ഇനിയിപ്പോൾ ഏതാണ്ട് 220 കിലോമീറ്ററും കൂടെ ഉള്ളൂ. സമയം ഇപ്പോൾ 3:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം നല്ല കിടിലിന് ഹൈവേ കൂടെ കേട്ടോ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കട്ടനല്ലേ കട്ടനില്ല. ബ്ലാക്ക് ടീ ഇല്ല. ചായ് ഇവിടെ ചൂടാണ് ബീസ്. അപ്പോൾ ഇതും കൂടെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഫുൾ മൂണാട്ടോ, ഫുൾ മൂൺ. ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഗോവ എൻ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 113 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ ഗോവയ്ക്ക്. അപ്പോൾ ഇത് എനിക്ക് രസമല്ലേ. എനിക്ക് ഇതിൻ്റെ അകത്ത് വലിയതായിട്ട് കാണത്തില്ലായിരിക്കും, എന്തായാലും കൊള്ളാം. 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഗോവയൊക്കെ എത്തും. ഇത് ശരിക്കും ഗോവയ്ക്കകത്ത് എൻ്റർ ചെയ്തു. ഇപ്പോൾ അവിടെ ടോളൊക്കെ ഉണ്ടായിരുന്നു, വൃത്തിയുടെ ടോൾ. ഇറങ്ങി പൈസ കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഷെഡ് എന്ന് പറഞ്ഞ് അങ്ങെത്തും. വഴിയൊന്നും കുഴപ്പമില്ല, എന്നാലും കുറേയൊക്കെ ഫുള്ള് ഇതുപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ വണ്ടി കാടി നോക്കി, അയ്യോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാട്ടോ. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു വഴി നോക്കിയേ, ഒരു വകയ്ക്ക് കൊള്ളത്തില്ല കേട്ടോ. ഫുള്ള് പൊട്ടി പൊളിഞ്ഞാണ് കിടക്കുന്നത്. 55 രൂപ ടോളും വാങ്ങിച്ചിട്ടാ കേട്ടോ ഇത്രയും സൂപ്പർ വഴി തന്നത്. പോയില്ലേ, നിനക്ക് എന്നെ ഇതിനെ കുറിച്ച് പറയാനുണ്ട്? എനിക്കൊന്നും പറയാനില്ല. വേണ്ടാധീനങ്ങൾ കാണിക്കുന്നു, അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ. പറഞ്ഞ ഇത് സമയം 5:30 രാവിലെ പോന്ന വഴിയാ. അയ്യോ ഭയങ്കര മോശം റോഡാ കേട്ടോ ഇത്. കൊറേ നേരമായി അവിടുന്ന് റോഡില്ല, ഉള്ള അത്രയ്ക്ക് മോശം റോഡാണ്. റോഡില്ല, അത് തന്നെ, റോഡേ ഇല്ല. റോഡിന് 55 രൂപ. ഇവിടുന്ന് നല്ല റോഡ് തുടങ്ങി കേട്ടോ, പറഞ്ഞോണ്ട് തീർന്നില്ല. അയ്യോ ഫുൾ മൂണാണ് ഇന്ന്. ഇല്ലേ, നമ്മളിപ്പോഴും കർണാടകയിൽ തന്നെയാണ്, അതായത് ഗോവ എത്തിയിട്ടില്ല. ഇനിയും അത്യാവശ്യം കുറച്ചുകൂടെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഗോവയിൽ ദൂദ്സാഗർ ഫോൾസ് ഇല്ലേ, അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 97 കിലോമീറ്ററാണ്. 2.5 മണിക്കൂറാണ് കാണിക്കുന്നത്. 8-8:15 ആകുമ്പോൾ ചെല്ലും എന്ന് വിശ്വസിക്കാം. നമ്മൾ നേരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്ര നേരം ഭയങ്കര മോശം റോഡായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒരു നല്ല റോഡിലേക്ക് കയറിയത്. കുഴപ്പമില്ല. ഇപ്പം ഗോവയുടെ അടുത്ത് എത്താറായി. ഒരു വണ്ടി പഞ്ചറായി കിടക്കുന്നത്, ബ്രേക്ക് ഡൗൺ. ഭയങ്കര മോശം റോഡാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ ടയറ് തൊട്ട് നോക്കുവാണോ? വളഞ്ഞോ? ഓ സീൻ. റോഡ് പണിയാണ്, അതുകൊണ്ട് മൊത്തം ഭയങ്കര റോഡ് ഫുള്ള് മോശമാണ്. ഇപ്പോൾ സമയം 6:45 നമ്മൾ 42 കിലോമീറ്ററും കൂടെ ഉള്ളു ഇനി ദൂദ്സാഗറിന്. പക്ഷേ ഈ വഴി ഇങ്ങനെ ആയതുകൊണ്ട് നല്ല ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു വഴി നോക്കിയാൽ ഫുള്ള് വളഞ്ഞ് ഇതൊരു കാടിൻ്റെ നടുക്കൂടൊക്കെയാണ് പോകുന്നത്. കണ്ടില്ലേ, ഫുള്ള് കാടാണ്, ഒരു വെറൈറ്റി കാടാണ്. പിന്നെ അത് കോഴിക്ക് തന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ ഉറക്കമാണോ? രണ്ടുപേരും ഉറക്കമാണ്. നല്ല രസമാണ്. നമ്മള് റോളർ കോസ്റ്റർ വഴി ചുമ്മാ സീൻ വഴിയാട്ടോ. ഇത് നോക്കിയ ഫുള്ള് വളഞ്ഞാണ് കിടക്കുന്നത്. പിന്നെ ഈ റോഡ് മൊത്തം കോൺക്രീറ്റ് ആണ്. ഇതുണ്ടല്ലേ, ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിരുന്ന റോഡ്. ഒത്തിരി നേരമായിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ മോശം വഴിയുടെ അവിടെ എല്ലാം ഫുള്ള് കോൺക്രീറ്റ് ചെയ്തായിരുന്നു വെച്ചിരുന്നത്. ഇവിടെ അതെ ഫുള്ള് കോൺക്രീറ്റ് ആട്ടോ. സമയം ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. ഇനി 29 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമുക്ക്. ഇപ്പം നമ്മൾ കർണാടകയൊക്കെ വിട്ട് ഗോവയിൽ കയറിയിട്ടുണ്ട്. അപ്പോഴേ റോഡൊക്കെ മാറി നല്ല സൂപ്പർ റോഡായിട്ടുണ്ട് കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡ് മൊത്തം കർണാടകയിലായിരുന്നു. ഇവിടുത്തെ റോഡൊക്കെ ചുമ്മാ കിഴങ്ങൻ റോഡാണ്. ഈ ഒരു സൈഡ് ഫുള്ള്
കാടാണ് കേട്ടോ, രണ്ട് സൈഡും. ഈ സൈഡ് ഒരു നമ്മൾ ഈ ഒരു ഗാർഡ് സെക്ഷൻ ഫുള്ള് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കിങ് ഇതിൽ തന്നെയല്ലേ എല്ലാവരും അവിടെ ഇവിടെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര നമ്മളിത് ഇവിടെ ഗോവ ബോർഡറൊക്കെ കയറി ഗോവയ്ക്ക് അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് വന്നിട്ട് പെട്രോൾ അടിക്കുക കേട്ടോ. ഇവിടെ 97 രൂപയേ ഉള്ളൂ പെട്രോളിന്. ഇനിയിപ്പം പെട്രോളൊക്കെ അടിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം.